മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം കുന്നുമ്മലിൽ സമാപിച്ചു. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. This news sponsored by Manual Silks, Mega Mall, Main Road, കാഞ്ഞങ്ങാട്. Also at കണ്ണൂർ, ഇരട്ടി and പട്ടാമ്പി. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് മൂലം തകർന്ന സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇതിലൂടെ തൊഴിൽ നഷ്ടം സംഭവിച്ച തൊഴിലാളികളെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ തൊഴിലാളികളെ ഗുരുതരമായി ബാധിക്കുന്ന ലേബർ കോഡ് സംവിധാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയം തിരുത്തണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. കോട്ടച്ചേരി കുന്നുമലിലെ അഴീക്കോടൻ സെന്ററിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സേവന സ്ഥിരത എന്ന് പറയുന്നത് ഈ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു കഴിഞ്ഞു. സ്ഥിരം ജോലിക്കാരില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. തീർച്ചയായിട്ടും സ്വകാര്യ ബസ് വ്യവസായം വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ വാർഷിക സമ്മേളനം. ഇന്ത്യൻ ജൂലൈ 12 ഗണരാജ്യത്രിയുടെ രക്തസാക്ഷിത്വം അനുസ്മരിച്ചു വാർഷിക സമ്മേളനം എല്ലാ വർഷവും തെറ്റാതെ ജൂലൈ 12 അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡിവിഷന്റെ സമ്മേളനം. ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. ഗിരികൃഷ്ണൻ, ഫെഡറേഷൻ കമ്മിറ്റി അംഗം പ്രഭാകരൻ അയ്യങ്കാവ്, ജില്ലാ കമ്മിറ്റി അംഗം P. ദാമോദരൻ എന്നിവർ സംസാരിച്ചു. P. മോഹനൻ രക്തസാക്ഷി പ്രമേയവും M. രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഡിവിഷൻ സെക്രട്ടറി CV ശശിധരൻ സ്വാഗതം പറഞ്ഞു. യൂണിയന്റെ ആദ്യകാല ഭാരവാഹികളും പ്രവർത്തകരുമായ 28ഓളം പേർക്ക് സമ്മേളന വേദിയിൽ ആദരവ് നൽകി. ഡിവിഷന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി KV രാഘവനെയും വൈസ് പ്രസിഡന്റായി PV ദാമോദരനെയും സെക്രട്ടറിയായി CV ശശിധരനെയും ജോയിന്റ് സെക്രട്ടറിയായി P. മോഹനനെയും ട്രഷററായി മോഹനൻ കോഴിപ്പാടിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.